فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നോമ്പ്. നോമ്പിന് നൽകാവുന്ന നിർവചനം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി ഒരാൾ തന്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, അതുപോലെ തന്നെ അയാളുടെ ശഹ്വത്തുകൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ അത് അദ്ദേഹം വെടിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അവൻ നിർദ്ദേശിച്ച പ്രകാരം വെളുപ്പ് മുതൽ വെളുപ്പ് വരെ, അഥവാ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ, സൂര്യോദയം മുതലല്ല, പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ അയാൾ ഈ പറഞ്ഞ പ്രകാരം മര്യാദകൾ പാലിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിനാണ് സ്വൗം എന്ന് പറയുന്നത്. സ്വൗമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നോമ്പ് എനിക്കുള്ളതാണ്, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ള പ്രത്യേകമായ ഇബാദത്താണ്. മറ്റ് ഇബാദത്തുകൾ അല്ലാഹുവിനുള്ളതാണ്, പക്ഷെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതിന് പ്രത്യേകമായ ഒരു ഷറഫ് അല്ലാഹു നൽകിയത് കൊണ്ടാണ്. അതിനാൽ തന്നെ അതിന് ഞാനാണ് പ്രത്യേകമായി പ്രതിഫലം നൽകുന്നത്. കാരണം അയാൾ യത്റുകു തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജലി, അയാളുടെ അന്നപാനീയങ്ങൾ, ഭക്ഷണവും അതുപോലെ തന്നെ കുടിക്കുന്ന പാനീയങ്ങളും അതുപോലെ തന്നെ ശഹ്വകളും ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ എല്ലാം അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി വെടിയുന്നു. ഈ വെടിയുന്ന ഈ രീതിക്കാണ് നോമ്പ് എന്ന് പറയുന്നത്.